Hi all, welcome to spur&spices Chipotle. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബ്രോക്കലി സോസേജ് ഫ്രൈ ആണ്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ ഹെൽത്തി ആയിട്ടും വേഗം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഡിഷാണ്. എന്നാൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബ്രോക്കലി സോസേജ് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ക്യൂബ് സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്, ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞത്. ഒരു പച്ചമുളക് നമ്മൾ നെടുകെ കീറിയത്, പിന്നെ ഒരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ് സൈസിൽ അരിഞ്ഞതും, കുറച്ച് കൊത്തമല്ലി അരിഞ്ഞതും. കൂടെ തന്നെ നമ്മളൊരു 6 സോസേജ് റോൾസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ സോസേജ് റോൾസ് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ചിക്കൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടൊന്ന് വേവിച്ചിട്ട് എടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബ്രോക്കലി ആണ്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഒരു 10-15 മിനിറ്റോളം അതിലൊന്ന് കുതിർത്ത് വെക്കണം. ഇത് എന്തിനാന്ന് വെച്ചാൽ അതിൽ വല്ല അഴുക്കുണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ബ്രോക്കലി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കലി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് മുതൽ 8 മിനിറ്റ് വരെയാണ് ഇതൊന്ന് വേവാൻ എടുക്കുന്ന സമയം. കൂടുതൽ സമയം വേവിക്കരുത്, കാരണം അത് വെന്തുടഞ്ഞു പോവും. ഏകദേശം നമ്മളൊരു 6 മിനിറ്റിന് ശേഷം നോക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം നമുക്ക് ഈ ബ്രോക്കലിയിലത്തെ കംപ്ലീറ്റ് വെള്ളവും മാറിക്കിട്ടണം. അപ്പോൾ നമുക്ക് ഇനി ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ബട്ടർ കുറച്ച് ഹാർഡായിരുന്നു, അപ്പോൾ അതൊന്ന് ഉരുകി കിട്ടാനുള്ള ഒരു സമയമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ബട്ടർ ആഡ് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഒരു റെസ്റ്റോറൻറ്റൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എണ്ണ യൂസ് ചെയ്താലും മതി. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളാണ്. കാരണം അതൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുകയുള്ളൂ. ഈ ബട്ടറിൽ നമ്മുടെ വെളുത്തുള്ളി കിടന്ന് വെന്ത് വരുമ്പോഴും ഒരു പ്രത്യേക മണമാണ്, ഒരു ഭയങ്കര സൂതിങ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ സോസേജസ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഒന്ന് പ്രോസസ്ഡ് ആണ്, അപ്പോൾ കുറച്ച് സമയം മതി ഇതൊന്ന് കുക്കായി കിട്ടാനായിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും പച്ചമുളകും ആണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ക്യാപ്സിക്കം അവസാനം ആഡ് ചെയ്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ക്യാപ്സിക്കം ഒക്കെ വേവാനായിട്ട് വളരെ കുറച്ച് സമയം മതി. അപ്പോൾ നമുക്കിതൊരു 3 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നു കഴിയുമ്പോൾ ഇതെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസുകൾ ആഡ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ ആഡ് ചെയ്യണത് 1 ടീസ്പൂണോളം സോയാ സോസ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 ടീസ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളൊരു ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊത്തമല്ലിയും കൂടെ തന്നെ നമ്മൾ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും മിക്സഡ് ഹെർബ്സും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി സോസേജ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളാണ് ഇത് പ്രിപ്പയർ ചെയ്യാൻ. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിലും അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് ഡു സപ്പോർട്ട് us. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.